പ്രവാസികൾക്ക് മാത്രമായി കണ്ണൂരിൽ വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന വ്യവസായ മന്ത്രി പി രാജീവ് 100 കോടി മുതൽ മുടക്കി സ്ഥലം ഏറ്റെടുക്കുന്ന നിക്ഷേപകർക്ക് 2 വർഷത്തെ മൊറട്ടോറിയവും ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അടുത്ത മാസം കേരളത്തിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി ദുബായിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഓരോ മേഖലയിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്. ഇപ്പോൾ ലൈഫ് സയൻസ് പാർക്ക് ഉണ്ട്, ഇലക്ട്രോണിക്സ് പാർക്ക് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, സ്പൈസ് പാർക്ക് ഉണ്ട്, ഇങ്ങനെ സ്പേസിന്റെ പാർക്ക് ഉണ്ട്. അക്കൂട്ടത്തിൽ NRK അവർക്കുള്ള പ്രത്യേകമായ ഒരു പാർക്ക്, അവർക്ക് ആ ലാൻഡ് കൂടുതലായിട്ട് അവർക്ക് പരിഗണന കൊടുക്കും. കേരളത്തിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണം വ്യവസായ മേഖലയിലേക്ക് വഴിതിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടാണ് NRI പാർക്ക് ആരംഭിക്കുന്നത്. കണ്ണൂരിൽ കിൻഫ്രയുടെ വ്യവസായ പാർക്കിലാകും പ്രവാസികൾക്ക് വ്യവസായം തുടങ്ങാൻ സ്ഥലം അനുവദിക്കുക. 100 കോടി മുതൽ മുടക്കി സ്ഥലം ഏറ്റെടുക്കുന്ന നിക്ഷേപകർക്ക് 2 വർഷത്തെ മൊറട്ടോറിയം ലഭിക്കും. ആകെ തുകയുടെ 10% മാത്രം നൽകി സ്ഥലം ഏറ്റെടുക്കാം. അടുത്ത മാസം കേരളത്തിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായ റോഡ് ഷോയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ 100 കോടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ 10% പ്രീമിയം അടച്ചാൽ മതി. പിന്നെ 2 വർഷം മൊറട്ടോറിയം, അത് കഴിഞ്ഞാൽ 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്രീമിയം അടയ്ക്കാവുന്ന മട്ടിലാണ് കാണുന്നത്. കേരളത്തിലെ നിക്ഷേപ സംഗമത്തിൽ UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ഹസൻ അൽ സുവൈദിക്ക് പുറമെ ധനമന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമറിയും പങ്കെടുക്കും. UAEയിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘവും ഇവർക്കൊപ്പമുണ്ടാകും. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾക്കൊപ്പം ഷാർജ, ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളും പങ്കെടുക്കും. ഞങ്ങൾ ക്ഷണിച്ച 2 മന്ത്രിമാരും പങ്കെടുക്കാമെന്ന് ഇപ്പോൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവർ തന്നെ ഒരു ഡെലിഗേഷനെ കൊണ്ടുവരാറുണ്ട്. ഇന്നിപ്പോ എക്കണോമി മിനിസ്റ്ററായി കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഡെലിഗേഷൻ വരേണ്ടവരുടെ കാര്യം ആരൊക്കെയാണ് വേണ്ടത്, അതോടൊപ്പം ചേംബർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു, അവർക്ക് പ്രത്യേക ഡയറക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, PV അബ്ദുൽ വഹാബ് MP, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, IBPC ചെയർമാൻ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, ഡോക്ടർ ആസാദ് മൂപ്പൻ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് തുടങ്ങിയവരും പരിപാടികളിൽ പങ്കെടുത്തു. ജനം, ദുബായ്.